ആര് അതാര് അവന് ആലുവക്കാരൻ ഭർത്താക്കന്മാരും ആൺമക്കളും ഒക്കെ വിളിച്ചിട്ടുള്ള അവസ്ഥ അവരെ നോക്കിയിട്ട് പെണ്ണുങ്ങളിരിക്കുന്നു ഒഴിവാക്കും. നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാവുന്നുണ്ടെങ്കിൽ ഒഴിവാക്കും. ഈ ചോര കൊണ്ട് എഴുതി തരാം, മദ്യം അവസാനിപ്പിക്കില്ല. അത് വിചാരിക്കാൻ പറ്റും. സർക്കാരിന് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് സർക്കാരിന്റെ തലപ്പത്ത് നമ്മൾ തെരഞ്ഞെടുപ്പ് വെച്ചിരുന്നു. സർക്കാർ തന്നെ മദ്യപിക്കാണ്. അങ്ങനെയുള്ള സർക്കാർ മാറിയാലോ ഈ മദ്യം നിരോധിക്കാൻ. അവിടെയാണ് പ്രശ്നം. അത് മാറ്റം വേണമെന്നാണ് നമ്മൾ പറയണേ. വേറെ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലല്ലേ മദ്യം നിങ്ങൾക്ക് നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. എങ്ങനെ? ഒന്ന്, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ, അതായത് മനസ്സ് വെച്ച് ഉരുകി ഇന്ത്യയിലെ സ്ത്രീകൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള വർക്ക് നമ്മൾ ചെയ്യുക. എന്താണ്? മദ്യം നിരോധിക്കണം എന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പറയുകയും മദ്യം നിരോധിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വോട്ട് ചോദിച്ചു വരുമോ? ഞങ്ങൾ നിങ്ങളോടൊന്നും പറഞ്ഞു, നിങ്ങൾ വോട്ട് തന്നാലും ഇല്ലെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ നയം മദ്യനിരോധനം നടപ്പിലാക്കാനാണ്. കാരണം ഞങ്ങൾക്ക് മദ്യക്കാരുടെ ഫണ്ട് വേണ്ട. അതാണ് നമ്മൾ മദ്യ ലോബിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചാൽ അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. ഈ പാർട്ടിയുടെ തീരുമാനം മദ്യ ലോബി മണൽ ഊറ്റിക്കൊണ്ടു പോകുന്നവര്, നമ്മുടെ മരങ്ങൾ, അങ്ങനെയുള്ളവരിൽ നിന്നൊന്നും ഒരു പൈസയും മേടിക്കാത്ത പാർട്ടിയാണ്. നമ്മുടെ സഹായം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഉള്ള സംഭാവനയും. അതുകൊണ്ട് നമുക്കത് കൺസേൺ ഉണ്ട്. കാരണം സ്ത്രീകൾക്ക് 33% എന്ന് എല്ലാവരും പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ സീറ്റ് വിതരണം ചെയ്തപ്പോൾ എത്ര സ്ത്രീകളുണ്ട് സ്ഥാനാർത്ഥികൾ? എന്താ പുരുഷന്മാർ മാത്രം പാർലമെന്റിൽ പോയിരുന്നാൽ മതിയോ? നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടാകണം. വോട്ട് കൊടുക്കുന്ന വെറും പാവകളായിട്ട് സ്ത്രീകൾ ഇരിക്കരുത്. എന്ത് വേണം? സ്ത്രീകളും ഇവിടെ പകുതിയിലധികം ഉണ്ട്. ചാലക്കുടി മണ്ഡലത്തിൽ 54% സ്ത്രീയുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് സീറ്റില്ല. ഞങ്ങളുടെ പാർട്ടി പുതിയ പാർട്ടിയെ 2 കൊല്ലമായുള്ളൂ. പക്ഷെ കേരളത്തിൽ ഞങ്ങൾ 3-ൽ 2 സ്ത്രീകൾക്ക് അവകാശം കൊടുത്തു, ഈ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. കാരണം ആകെ 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ 2 വനിതകൾക്ക് സീറ്റ് കൊടുത്ത പാർട്ടിയാണ്. ആർക്കെങ്കിലും പറ്റുമോ? അവര് 10-20 പേർക്കിടയിലാണ് ഒരാളെയൊക്കെ പരിഗണിച്ചേക്കുന്ന പാർട്ടികൾ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ സ്ത്രീകൾ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുകയാണെങ്കിൽ ഈ മദ്യനിരോധനം പോലുള്ള കാര്യങ്ങൾക്ക് സ്ത്രീകളുടെ പിന്തുണ വേണം. വേണ്ടേ? അപ്പോൾ അധികാരത്തിലേക്ക് നമ്മൾ ആൾക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനൊരു നയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളുടെ പാർട്ടി ഒന്ന് അഴിമതി കാണിക്കില്ല. കൊച്ചൊരു ഉപകാരം ചെയ്യുന്നതിൻ്റെ പേരിൽ ആൾക്കാർ വന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അവർക്ക് പൈസ കൊടുക്കണ്ടേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞു അതിൽ ഇടപെടുന്നവർ ഞങ്ങളുടെ പ്രവർത്തകർ ഒരാൾ പോലും ഒരു ചായയോ ഒരു നയാ പൈസ നിങ്ങളോട് ചോദിക്കത്തില്ല. ഇത് പറയുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ പറയുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് 50% അധികാര പങ്കാളിത്തം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ പാർട്ടി പറയുന്നത്. മറ്റെല്ലാവരും 33 പാർലമെന്റിൽ പോലും പറയുന്നു. 50% സ്ത്രീകൾ ഇന്ത്യയിൽ പാർലമെന്റിൽ വന്നിരുന്നാൽ അഴിമതി മാറും. കാരണം സ്ത്രീകൾക്ക് അഴിമതി കാണിക്കാൻ അറിയുന്നു. മനസ്സിലായില്ലേ? സ്ത്രീക്ക് വീട്ടിലായാലും പെണ്ണുങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ആണുങ്ങൾക്ക് കൂടെ വയറ് നിറയും. നേരെ മറിച്ച് ആണുങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അയാൾക്ക് മാത്രം വയറ് നിറയും. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജനാധിപത്യത്തെക്കുറിച്ചും അതൊക്കെ പഠിച്ച് സർക്കാർ ജോലിയിലൊക്കെ ഇരുന്ന് ലോകം ഒരുപാട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കൊരു വിലയില്ല. അത് മാറ്റാനാണ് നമ്മുടെ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥന വേണം. നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ നമ്മൾ പറ്റും. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള വാക്ക് ഞങ്ങൾ പാലിക്കും. ഇങ്ങോട്ട് വോട്ട് തന്നുകൊണ്ട് ഞങ്ങളോട് അല്പം വാക്ക് പാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിന് അമ്മമാരോട് തയ്യാറാണെങ്കിൽ അത് പറ. ഇപ്രാവശ്യം ഇത്രയും നാൾ എല്ലാവർക്കും കൊടുത്തു. ഇപ്പോൾ നാണ്ട് നിങ്ങളുടെ ഒരു കൊച്ച അനിയം വന്നിരിക്കുന്നു. ഒരു സാധാരണക്കാരൻ്റെ ഒരാൾ വന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. നമുക്ക് മറ്റ് പണക്കാർ ചോദിക്കുന്നവരെ ചോദിക്കാനൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പണക്കാർ ചോദിക്കുന്നത് പറയുക മാത്രമല്ല, പറയാം. ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കാൻ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വൻകിട കോർപ്പറേറ്റുകളുണ്ട്, വലിയ കമ്പനികൾ നടത്തുന്നു. അവരുടെ കയ്യിൽ നിന്ന് എല്ലാ വലിയ പാർട്ടികളും കോടിക്കണക്കിന് പണം വാങ്ങി വെച്ചിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ
മദ്യക്കുപ്പിയായിട്ടും മറ്റു പല രീതിയായിട്ടും വരും. ഞങ്ങൾക്ക് തരാൻ നാരങ്ങ വെള്ളം പോലും ഇല്ല ഈ പാർട്ടി. ഉള്ളത് കുറേ നല്ല കാര്യം ചെയ്യാം കേട്ടോ. എന്നാ പിന്നെ പോവാണ്. അപ്പൊ എല്ലാ സഹോദരിമാരും ഒരു മാറ്റത്തിന് വോട്ട് ചെയ്യുക. നിങ്ങളൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം വേണം. അതിന് അല്ല ഇവിടെ എന്ത്